അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ക്ലൈമാക്സ് വരെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുമ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോൾ ഹെവി കയ്യടിയാണ് തിയേറ്ററിൽ വരുന്നത്. ഞങ്ങൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തു. ലൈക്ക് ഞങ്ങൾ പത്മയെ പോയി, ലൈക്ക് സിനിമോളിക്സ് പോയി. ഇപ്പോൾ ലൈക്ക് നല്ല റെസ്പോൺസാണ്. അത് സിനിമയുടെ വിജയം മാത്രമല്ല, മലയാള സിനിമയുടെയാണ് വിജയം. നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് മുമ്പിലെത്തുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ വേണം. രഞ്ജിത്ത് ആൻഡ് ബാഹു നമ്മുടെ ഓഡിയൻസിനെ പറ്റി ഓർക്ക് എത്ര പ്രൗഡാണ് ഇപ്പോൾ? ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ ഓഡിയൻസ് വളരെ കൃത്യമായിട്ട് നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിക്കും, അല്ലാത്ത സിനിമകളെ തിരിഞ്ഞു പോലും നോക്കില്ല. അത് വളരെ കൃത്യമായിട്ട് അറിയാതെ. സോ ലൈക്ക് നല്ല സിനിമകൾ സ്വീകരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ല സിനിമകൾ തന്നെയാണ് വേണ്ടത്. എന്നാലും ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുള്ളൂ, നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഓഡിയൻസിനെ വീണ്ടും OTT-യിൽ നിന്നും നമുക്ക് തിരിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ അത്തരം കണ്ടന്റുകളിൽ നിന്നും സിനിമകൾ ഉണ്ടാകുക. അതിനുള്ള ശ്രമത്തിലാണ് നമ്മളുള്ള ഓരോ സിനിമ എന്താ പറയുക, അതിൻ്റെ ആൾക്കാരും കഥ എഴുതുന്ന ആൾക്കാരും ഡയറക്ടേഴ്സും നമ്മളൊരു സിനിമയ്ക്ക് നാളെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ അവരെങ്ങനെ നമുക്ക് തിയേറ്ററിലേക്ക് പിടിച്ചെടുക്കാം, അവർക്ക് എങ്ങനെ അവർക്കത് എൻജോയ് ചെയ്യാം എന്നുള്ള ആലോചനയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അത്ര നല്ല സിനിമകളാണ്, നല്ല റൈറ്റേഴ്സ് വേണം. സോ ഇത്തരം സിനിമകളെ ഇവിടെ ആഘോഷിക്കപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല കണ്ടന്റ്സ് വരുന്ന ഇൻഡസ്ട്രിയായിട്ട് ഇന്നുമല്ല, പണ്ടും നല്ല കണ്ടന്റ് വരുന്ന സിനിമകൾ നമുക്ക് മലയാളത്തിലുണ്ട്. നമുക്ക് എവിടെയോ ഏതോ ഒരു കാലത്ത് നമ്മളിന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. നമ്മൾ മാറണ വണ്ടി ഡെഫിനറ്റ്ലി നമ്മളത് നമ്മൾ ഓൾറെഡി കമ്മിങ് ബാക്ക്.